ഹായ് ഓൾ, എല്ലാവർക്കും LGS ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ക്ലാസ് മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ. ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം 13, എണ്ണം 200, അല്ലെങ്കിൽ മൈനർ തുറമുഖങ്ങളുടെ എണ്ണം 200-മാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം 13-ഉം ഇന്ത്യയുടെ നോൺ മേജർ തുറമുഖങ്ങളുടെ എണ്ണം 200-മാണ്. മേജർ തുറമുഖങ്ങളുടെ നിർവഹണം നടത്തുന്നത് കേന്ദ്ര തുറമുഖ വകുപ്പാണ്. മേജർ തുറമുഖങ്ങളുടെ നിർവഹണം നടത്തുന്നത് കേന്ദ്ര തുറമുഖ വകുപ്പാണ്. മൈനർ തുറമുഖങ്ങളുടെ നിർവഹണം നടത്തുന്നത് അതത് സംസ്ഥാനങ്ങളാണ്. ഓക്കെ, അത് ആ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മേജർ തുറമുഖങ്ങളുടെ നിർവഹണം നടത്തുന്നത് കേന്ദ്ര തുറമുഖ വകുപ്പും മൈനർ തുറമുഖങ്ങളുടെ നിർവഹണം നടത്തുന്നത് അതത് സംസ്ഥാനങ്ങളുമാണ്. കൂടാതെ തുറമുഖങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്ന ഒരു ഏജൻസിയാണ് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. നിലവിൽ വന്നത് 1980-ലാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇന്ത്യയുടെ തീരദേശ നീളം അല്ലെങ്കിൽ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 7516.6 കിലോമീറ്ററാണ്. ഓക്കെ, കൂടാതെ ഇന്ത്യയുടെ സമുദ്രതീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9-ആണ്. ഓർത്തിരിക്കാൻ എളുപ്പവഴിയുണ്ട്, കാരണം കേരളത്തിലെ സമുദ്രതീരമുള്ള ജില്ലകളുടെ എണ്ണവും 9-ആട്ടോ. അപ്പോൾ 9 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സമുദ്രതീരമുള്ള 9 സംസ്ഥാനങ്ങൾ. ആദ്യത്തേത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനൊരു ചിത്രം വെച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പശ്ചിമതീര തുറമുഖങ്ങളെന്നും പൂർവ്വതീര തുറമുഖങ്ങളെന്നും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാനിവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മാപ്പിൻ്റെ ഒരു പകുതി പോർഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞിരിക്കുന്നത് പശ്ചിമതീര തുറമുഖങ്ങളും റൈറ്റ് സൈഡിൽ പറഞ്ഞിരിക്കുന്നത് പൂർവ്വതീര തുറമുഖങ്ങളുമാണ്. നമുക്ക് പശ്ചിമതീര തുറമുഖങ്ങൾ ആദ്യം തുടങ്ങാം. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ പശ്ചിമതീര തുറമുഖങ്ങളുടെ എണ്ണം 6-എണ്ണമാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീനദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഈ ഒരു സംസ്ഥാനം ഗുജറാത്താണ്. അപ്പോൾ ആദ്യത്തേത് ദീനദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. അടുത്തത് നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് വന്നു. മഹാരാഷ്ട്രയിൽ 2 മേജർ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആദ്യത്തേതാണ് മുംബൈ തുറമുഖം, രണ്ടാമത്തേത് ജവഹർലാൽ നെഹ്റു തുറമുഖം. 2 മേജർ തുറമുഖങ്ങൾ മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തത് മർമഗോവ തുറമുഖം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗോവയാണ്. ഓക്കെ, അടുത്തത് 5-മത്തേത് ന്യൂ മാംഗ്ലൂർ തുറമുഖം, കർണാടക. ന്യൂ മാംഗ്ലൂർ തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പശ്ചിമതീര തുറമുഖങ്ങൾ 6 പറഞ്ഞു. ദീനദയാൽ തുറമുഖം ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. മുംബൈ തുറമുഖം മഹാരാഷ്ട്രയിൽ, ജവഹർലാൽ നെഹ്റു തുറമുഖവും മഹാരാഷ്ട്രയിൽ, മർമഗോവ തുറമുഖം ഗോവ, ന്യൂ മാംഗ്ലൂർ തുറമുഖം കർണാടക, കൊച്ചി തുറമുഖം കേരളം. ഇനി അടുത്ത് നമ്മൾ പൂർവ്വതീര തുറമുഖത്തിലേക്ക് പോവുകയാണ്. പൂർവ്വതീര തുറമുഖത്തിൽ ആദ്യത്തേത് കൊൽക്കത്ത ഹാൽഡിയ. അത് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇതാണ് പശ്ചിമ ബംഗാൾ സംസ്ഥാനം. പശ്ചിമ ബംഗാൾ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കൊൽക്കത്ത ഹാൽഡിയ തുറമുഖം. അടുത്ത നമ്മൾ ഒഡീഷയിലേക്ക് വന്നു. ഒഡീഷയിൽ ഒരു മേജർ തുറമുഖമുണ്ട്, അതാണ് പാരദ്വീപ് തുറമുഖം. അടുത്തത് ആന്ധ്രാപ്രദേശിലേക്ക് വന്നു. ആന്ധ്രാപ്രദേശിലുള്ള മേജർ തുറമുഖമാണ് വിശാഖപട്ടണ തുറമുഖം. അടുത്തത് ചെന്നൈയിലേക്ക് വരികയാണ്. ചെന്നൈയിലുള്ള മേജർ തുറമുഖം 3 ആദ്യത്തേതാണ് തമിഴ്നാട്ടിൽ 3 മേജർ തുറമുഖങ്ങളുണ്ട്. ആദ്യത്തേത് ചെന്നൈ, രണ്ടാമത്തേത് കാമരാജർ പോർട്ട്, അടുത്തത് VO ചിദംബരണ്ണാർ തുറമുഖം. 3 തമിഴ്നാട്ടിൽ. ലാസ്റ്റ് വൺ 7-മത്തേത് പോർട്ട് ബ്ലെയർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും. ഓക്കെ, അപ്പോൾ 2 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പശ്ചിമതീര തുറമുഖങ്ങളുടെ എണ്ണം 6-വും പൂർവ്വതീര തുറമുഖങ്ങളുടെ എണ്ണം 7-വുമാണ്. കൂടാതെ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ഏറ്റവും കൂടുതൽ മൈനർ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് കേട്ടോ. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ.
അപ്പം നമ്മൾ ഈ ഒരു ഫിഗർ പഠിച്ച് അത് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പഠിച്ച് നമ്മൾ പകുതി കാര്യങ്ങൾ പഠിച്ചു. മെയിനായിട്ട് PSC അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ ഒരു രീതിയിലാണ്. തുറമുഖത്തിൻ്റെ പേര് തന്നിട്ട് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സംസ്ഥാനത്തിലെ മേജർ തുറമുഖം ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ ഇത് തറവായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പശ്ചിമതീര തുറമുഖത്തിലെ ആദ്യത്തേത് ദീനദയാൽ തുറമുഖം. ദീനദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കച്ച് എന്ന സ്ഥലത്താണ്. കച്ച് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. ദീനദയാൽ തുറമുഖം നിർമ്മിച്ചത് 1950-ലാണ്. ദീനദയാൽ തുറമുഖത്തിന്റെ ആദ്യകാല നാമം കാട്ല. സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖവും ദീനദയാൽ തുറമുഖമാണ്. കൂടാതെ ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖവും ദീനദയാൽ തുറമുഖമാണ്. നമുക്കറിയാം സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കവിടെ കണക്ട് ചെയ്യാം. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖവും ദീനദയാൽ തുറമുഖമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം പറഞ്ഞത് കേട്ടോ. അടുത്തത് ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം ദീനദയാൽ തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് പോർട്ട് അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാര തുറമുഖം എന്ന് പറയുന്നത് ദീനദയാൽ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖലയും ദീനദയാൽ തുറമുഖമാണ്. 1965-ലാണത് പ്രഖ്യാപിച്ചത്. അപ്പോൾ ദീനദയാൽ തുറമുഖത്തിനെ പറ്റി ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്നില്ല, അത് കുറച്ച് ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തേക്ക് പോകാം കേട്ടോ. മുംബൈ തുറമുഖം. മുംബൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. മുംബൈ എവിടെയാണ്? മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം, അപ്പോൾ ഏറ്റവും വലിയ സവിശേഷതയാണ് മുംബൈ തുറമുഖത്തിൻ്റെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം എന്ന് പറയുന്നത് മുംബൈ തുറമുഖമാണ്. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം എന്ന് പറയുന്നതും മുംബൈ തുറമുഖമാണ്. കൂടാതെ ഇതിൻ്റെ ഒരു സവിശേഷതയാണ് ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ് കേട്ടോ. അടുത്തത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ്. ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? മുംബൈ തുറമുഖം. അങ്ങനെ പറയാൻ തന്നെ കാരണം ഇന്ത്യയിൽ ഒരു ഇറക്കുമതി ചെയ്യുന്നത് ഒരു 1/5 ഭാഗത്തോളം സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് മുംബൈ തുറമുഖത്താണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിലേക്കുള്ള കവാടം എന്ന് പറയുന്നത് മുംബൈ തുറമുഖമാണ് കേട്ടോ. അടുത്തത് ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ജവഹർലാൽ നെഹ്റു തുറമുഖത്തിന്റെ മറ്റൊരു പേരാണ് നവശേവ തുറമുഖം. അപ്പോൾ ആരും കൺഫ്യൂസ് ആവരുത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നവശേവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഏത് തുറമുഖം തന്നെയാണ്? ജവഹർലാൽ തുറമുഖം തന്നെയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ. പിന്നെ എന്താണ് സവിശേഷത? ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം എന്നറിയപ്പെടുന്നത് ജവഹർലാൽ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖവും ജവഹർലാൽ തുറമുഖമാണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഒന്ന് പഠിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖവും ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖവും ഏതായിരുന്നു? മുംബൈ തുറമുഖമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം ഏതാണ്? ജവഹർലാൽ നെഹ്റു തുറമുഖം. അപ്പം മഹാരാഷ്ട്രയിൽ തന്നെയുള്ള 2 തുറമുഖങ്ങളാണ്. ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖവും ഏറ്റവും വലിയ കൃത്രിമ തുറമുഖവും. അത് കൺഫ്യൂസ് ചെയ്യാതെ പഠിക്കുക. ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം മുംബൈ തുറമുഖം, ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം ജവഹർലാൽ നെഹ്റു തുറമുഖം. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖവും ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. നമുക്കറിയാം തിരക്ക് കൂടുമ്പോൾ അതിൻ്റെ വളർച്ച കൂടുതലായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖവും ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖവും ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിച്ച കണ്ടെയ്നർ പോർട്ട് ജവഹർലാൽ നെഹ്റു തുറമുഖമാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തേക്ക് പോകണം. മർമഗോവ തുറമുഖം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്ഥിതി ചെയ്യുന്നത് ഗോവ സംസ്ഥാനത്തിലാണ്, സുവാരി നദിക്ക് അവിടെ. അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് മർമഗോവ തുറമുഖത്തു നിന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ തന്നെ PSC ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് ഏത് തുറമുഖത്തു നിന്നാണ്? ഉത്തരം മർമഗോവ തുറമുഖത്തു നിന്ന്. ഓക്കെ, അടുത്തേക്ക് പോവാണ്. ന്യൂ മാംഗ്ലൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. ആദ്യകാല നാമം പനമ്പൂർ തുറമുഖം. ആദ്യകാല നാമം എന്താണ്? പനമ്പൂർ തുറമുഖം. കൂടാതെ മംഗലാപുരം തുറമുഖം എന്നറിയപ്പെടുന്നതും കർണാടക തുറമുഖം തന്നെയാണ്. ന്യൂ മാംഗ്ലൂർ തുറമുഖം തന്നെയാണ്. മംഗലാപുരം തുറമുഖം എന്നറിയപ്പെടുന്നത് ന്യൂ മാംഗ്ലൂർ തുറമുഖമാണ്. ഗേറ്റ് വേ ഓഫ് കർണാടക എന്നറിയപ്പെടുന്നത് ന്യൂ മാംഗ്ലൂർ തുറമുഖമാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒന്ന് പഠിച്ചു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം ഏതായിരുന്നു? മുംബൈ തുറമുഖം. ഗേറ്റ് വേ ഓഫ് കർണാടക എന്നറിയപ്പെടുന്നത്
ന്യൂമാംഗ്ലൂർ തുറമുഖം. കൂടാതെ കർണാടകത്തിലുള്ള ഏക മേജർ തുറമുഖമാണ് ന്യൂമാംഗ്ലൂർ തുറമുഖം. കുദ്രമുഖ് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ച തുറമുഖമാണ് ന്യൂമാംഗ്ലൂർ തുറമുഖം. അടുത്തിലേക്ക് പോവാം. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി, കേരളത്തിലാണ്. നിലവിൽ വന്നത് 1928 മെയ് 26-നാണ്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി റോബർട്ട് ബ്രിസ്റ്റോ. അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് കൊച്ചിൻ സാഗ എന്നറിയപ്പെടുന്നത്. കൊച്ചി തുറമുഖത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ വെള്ളപ്പൊക്കമാണ് പെരിയാറിലെ വെള്ളപ്പൊക്കം. 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി തുറമുഖം. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ഈ പോർട്ട് എന്നറിയപ്പെടുന്നതും കൊച്ചി തുറമുഖമാണ്. അറബിക്കടലിലെ റാണി എന്ന് കൊച്ചി തുറമുഖത്തെ വിശേഷിപ്പിച്ചത് RK ഷൺമുഖം ഷെട്ടിയാണ്. അറബിക്കടലിലെ റാണി എന്ന് കൊച്ചി തുറമുഖത്തെ വിശേഷിപ്പിച്ചത് വ്യക്തി ആരാണ്? RK ഷൺമുഖം ഷെട്ടി. അപ്പം അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടാതെ കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടാൻ നമ്മൾ മണ്ണെടുത്തു. ആ മണ്ണ് നിക്ഷേപിച്ച് രൂപം കൊണ്ട ഐലൻഡാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. വെല്ലിംഗ്ടൺ ഐലൻഡ്. വല്ലാർപാടം ടെർമിനലും കൊച്ചിൻ ഷിപ്പ്യാർഡും സ്ഥിതി ചെയ്യുന്ന തുറമുഖം കൊച്ചിൻ തുറമുഖമാണ്. കൊച്ചിൻ തുറമുഖത്തെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 1936 ഓഗസ്റ്റിനാണ്. മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1936 ഓഗസ്റ്റില്. ഇന്ത്യയിലെ ആദ്യമായി കണ്ടെയ്നർ കപ്പലെത്തിയ സ്ഥലം കൊച്ചി തുറമുഖമാണ്. പ്രസിഡന്റ് ടൈലർ. അടുത്തത്, കൊൽക്കത്ത ഹാൽഡിയ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖം. കൂടാതെ വേറൊരു സവിശേഷതയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും ഇപ്പോൾ പ്രവർത്തനത്തിലുള്ളതുമായ തുറമുഖമാണ് കൊൽക്കത്ത ഹാൽഡിയ തുറമുഖം. കൂടാതെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനം കൂടിയായ മേജർ തുറമുഖമാണ് കൊൽക്കത്ത ഹാൽഡിയ തുറമുഖം. ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ അല്ലെങ്കിൽ കിഴക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന തുറമുഖമാണ് കൊൽക്കത്ത ഹാൽഡിയ തുറമുഖം. അപ്പോൾ നമ്മളിവിടെ 3 പഠിച്ചു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈ തുറമുഖം, ഗേറ്റ് വേ ഓഫ് കർണാടക ന്യൂമാംഗ്ലൂർ തുറമുഖം, ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ അല്ലെങ്കിൽ കിഴക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത ഹാൽഡിയ തുറമുഖം. കൊൽക്കത്ത തുറമുഖത്തിലെ തിരക്ക് നിയന്ത്രിക്കാൻ നിർമ്മിച്ച തുറമുഖമാണ് ഹാൽഡിയ തുറമുഖം. അടുത്തത്, പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഒരു മനുഷ്യനിർമ്മിത തുറമുഖമാണ് പാരദ്വീപ് തുറമുഖം. മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 1966 ഏപ്രിൽ 18 എന്നായിരുന്നു. 1966 ഏപ്രിൽ 18. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൂർവ്വതീര തുറമുഖം. അപ്പം പൂർവ്വതീര തുറമുഖത്തിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൂർവ്വതീര തുറമുഖമാട്ടോ പാരദ്വീപ് തുറമുഖം. ജപ്പാനിലേക്ക് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖമാണ് പാരദ്വീപ് തുറമുഖം. അടുത്തത്, വിശാഖപട്ടണം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ. ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് വിശാഖപട്ടണം തുറമുഖം. ഓക്കെ, ഏറ്റവും വലിയ തുറമുഖം ഏതായിരുന്നു? മുംബൈ തുറമുഖം. ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിശാഖപട്ടണം തുറമുഖം. വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഡോൾഫിൻ നോസ് ഹില്ലിനും റോസ് ഹില്ലിനും ഇടയ്ക്കാണ്. കൂടാതെ ബംഗാൾ ഉൾക്കടലിലെ ഒരേ ഒരു പ്രകൃതിദത്ത തുറമുഖമാണ് വിശാഖപട്ടണം തുറമുഖം. ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം കൂടിയാണ് വിശാഖപട്ടണം. ഇതിനു മുമ്പ് നമ്മളൊന്ന് പഠിച്ചു, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? കൊൽക്കത്ത തുറമുഖം കേട്ടോ. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിൽ തിളക്കമുള്ള രത്നം അല്ലെങ്കിൽ കിഴക്കൻ തീരത്തിന്റെ രത്നം എന്നൊക്കെ പറയപ്പെടുന്നത് വിശാഖപട്ടണം തുറമുഖമാണ്. എന്തൊക്കെയായിരുന്നു? ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം, കിഴക്കൻ തീരത്തെ രത്നം എന്നൊക്കെ അറിയപ്പെടുന്നത് വിശാഖപട്ടണം തുറമുഖമാണ്. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്താണ്. കൂടാതെ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആണവ അന്തർവാഹിനിയായ അരിഹന്ത് നിർമ്മിച്ചത് വിശാഖപട്ടണം കപ്പൽ നിർമ്മാണശാലയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആണവ അന്തർവാഹിനിയായ അരിഹന്ത് നിർമ്മിച്ചത് വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണശാലയിലാണ്. INS കുർസൂര ദക്ഷിണേഷ്യയിലെ ആദ്യ സബ്മറൈൻ മ്യൂസിയമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്താണ്. അടുത്തത്, VO ചിദംബരണ്ണാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ആദ്യകാല നാമം ടൂറ്റിക്കോറിൻ തൂത്തുക്കുടി. തുറമുഖത്തെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 1974 ഞാൻ കുറേ ഇയർ ഇവിടെ പറയുന്നുണ്ട്, എല്ലാം നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമുക്ക് എങ്ങനെ ചോദിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം നമുക്ക്.
അടുത്തത് മനുഷ്യനിർമ്മിത ആഴക്കടൽ തുറമുഖമാണ് BO ചിദംബരണ്ണാർ തുറമുഖം. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖമാണ് BO ചിദംബരണ്ണാർ തുറമുഖം. ഇതിനുമ്പ് നാം പറഞ്ഞു തുറമുഖങ്ങൾക്കിടയിലെ രത്നം അല്ലെങ്കിൽ കിഴക്കൻ തീരത്തിന്റെ രത്നം എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണ തുറമുഖമായിരുന്നു. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖമാണ് BO ചിദംബരണ്ണാർ തുറമുഖം. ഈ തുറമുഖത്തു നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഉപ്പാണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് BO ചിദംബരം പിള്ള. പാണ്ഡ്യരാജാക്കന്മാരുടെ കാലത്തെ പ്രധാന തുറമുഖം കൂടിയായിരുന്നു തൂത്തുക്കുടി തുറമുഖം. അടുത്തേക്ക് പോവാം. ചെന്നൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള തുറമുഖം. അപ്പൊ ഏറ്റവും വലിയ തുറമുഖം ഏതായിരുന്നു? മുംബൈ തുറമുഖം. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള തുറമുഖം ചെന്നൈ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൃത്രിമ തുറമുഖം ചെന്നൈ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം ഏതായിരുന്നു? ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൃത്രിമ തുറമുഖം ചെന്നൈ തുറമുഖമാണ്. വേറൊരു സവിശേഷതയുണ്ട്. 1ാം ലോക മഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേ ഒരു ഇന്ത്യൻ തുറമുഖം ചെന്നൈ തുറമുഖമാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം, അതായത് തെക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം ചെന്നൈ തുറമുഖമാണ്. അപ്പോൾ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പഠിച്ചു, മുംബൈ തുറമുഖം. ഗേറ്റ് വേ ഓഫ് കർണാടക ന്യൂമാംഗ്ലൂർ തുറമുഖം. ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ കൊൽക്കത്ത ഹാൽഡിയ തുറമുഖം. ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം ചെന്നൈ തുറമുഖമാണ്. അടുത്തതിൽ വരാം കാമരാജർ പോർട്ട്. സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ആദ്യകാല നാമം എണ്ണൂർ തുറമുഖം. ചെന്നൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാനായി രൂപം കൊടുത്ത തുറമുഖമാണ് കാമരാജർ പോർട്ട്. ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റഡ് തുറമുഖമാണ്. കമ്പനിയായി ആദ്യമായി രജിസ്റ്റർ ചെയ്ത തുറമുഖം. കൂടാതെ എനർജി പോർട്ട് ഓഫ് ഏഷ്യ, ഇന്ത്യയിലെ എക്കോ ഫ്രണ്ട്ലി പോർട്ട് എന്നിങ്ങനെ അറിയപ്പെടുന്നതും കാമരാജർ പോർട്ടാണ്. അടുത്തത് പോർട്ട് ബ്ലെയർ. സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. 13ാമത്തെയും ഏറ്റവും അവസാന രൂപം കൊണ്ട തുറമുഖവും പോർട്ട് ബ്ലെയർ ആണ്. പ്രഖ്യാപിച്ചത് 2010ലാണ്. മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 2010ലാണ്. ഒരു ലെങ്തി ക്ലാസ് ആയിരുന്നു ഇത്, പക്ഷേ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണുക, നോട്ട്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ യൂസ്ഫുള്ളായി തോന്നുന്നുവെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനലിലെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. ഇനി ഞാനിടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.